ജിത്തു ഒരു ഗ്രാഫിക് ഡിസൈനർ ആയിരുന്നു. കുറച്ച് ഏകാന്തതയെ ഇഷ്ടപ്പെടുന്ന ഒരാൾ. നഗരജീവിതം വിട്ട് ശാന്തതയ്ക്കായി ഒരു പഴയ വീട് വാടകയ്ക്കെടുത്തു. വീട് തികച്ചും നിശബ്ദം. കാടിന് സമീപത്തെ തണുപ്പേറിയ അന്തരീക്ഷം. അന്ന് ജിത്തു ആദ്യമായി വീട്ടിൽ പ്രവേശിക്കുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ പഴയ പെയിൻറ്റിങ്ങുകൾ തൂക്കിയിട്ടിരുന്നു. ഒന്ന് മാത്രം മറച്ചിട്ട നിലയിൽ. അത് നേരെയാക്കിയപ്പോൾ ദൃശ്യവൽക്കരിക്കാൻ കഴിയാത്ത ഒരു മുഖം. അതിന് കണ്ണുകളില്ല, വായ തുറന്ന നിലയിലായിരുന്നു. അവൻ ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ മുകളിൽ നിന്ന് ആരോ നടക്കുന്ന ശബ്ദം, ആരോ പടികൾ കയറുന്ന ശബ്ദം. അതവൻ പരിശോധിക്കുമ്പോൾ അവിടെ ആരുമില്ല. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ചായ ചൂടാക്കാൻ ചെന്നപ്പോൾ അവനൊരു ഭയാനകമായ കാഴ്ച കണ്ടു. ഗ്യാസ് ഓഫാണ്, പക്ഷെ ചായ തിളച്ചു കരിഞ്ഞു. 2ാം രാത്രി. അവൻ ചുമരിൽ കണ്ട കണ്ണുകളില്ലാത്ത ചിത്രം വീണ്ടും തിരിഞ്ഞു കിടക്കുന്നു. അതിൻ്റെ കീഴിൽ ചെറിയൊരു കുറിപ്പ്: ഇതെൻ്റെ വീടാണ്, നീ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. അന്ന് രാത്രി ജിത്തുവിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ അവിടെവിടെയായി ശബ്ദങ്ങൾ കേൾക്കാം. അവസാന രാത്രി. അവൻ ആ വീട്ടിൽ നിന്ന് പോവാൻ തീരുമാനിച്ചു. അവൻ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ ടേബിളിൻ്റെ പുറത്തൊരു കത്ത്: നീ പോയാൽ ഞാൻ പിന്തുടരും, ഞാൻ ഈ വീടിൻ്റെ ഭാഗമല്ല. വാതിൽ തുറക്കുമ്പോൾ മുന്നിൽ അവൻ തന്നെ, പക്ഷേ കണ്ണുകളില്ല. അടുത്ത ദിവസം നാട്ടുകാർ കാണുന്നത് വീട് മുഴുവൻ അടഞ്ഞു കിടക്കുന്നതാണ്. പക്ഷേ വീടിനുള്ളിൽ നിന്നും ആരോ ചിരിക്കുന്ന ശബ്ദം കേൾക്കാം. പിന്നെ ആരും അതിൻ്റെ വാതിലുകൾ തുറക്കാറില്ല.